ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദി വെരി ഫസ്റ്റ് വീഡിയോ ഓഫ് ബിസിനസ് സ്റ്റഡീസ്. നമ്മൾ ഇന്ന് +1 ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോളൂ. കാരണം ഐ എം 100% ഷുവർ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇന്ന് ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ബിസിനസ് സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. തിയറി ആണ്, ബോറിംഗ് ആണ് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ബിസിനസ് സ്റ്റഡീസിന്റെ തിയറി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സിനാറിയോസ് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉഷാറായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. നമുക്ക് ഇതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് ഒരു ക്വിക്ക് ഓവർവ്യൂ നടത്താം. ഫസ്റ്റ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താ, ഏതൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പഠിക്കും. അത് കഴിഞ്ഞ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് അത് തമ്മിലുള്ള കമ്പാരിസൺ, അതിന്റെ ഡെഫിനേഷൻ ഇതൊക്കെ പഠിക്കാൻ പോവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, കൊമേഴ്സ്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ട്രേഡ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, ബിസിനസ് റിസ്ക്, ബേസിക് ഫാക്ടേഴ്സ് ഫോർ സ്റ്റാർട്ടിംഗ് എ ബിസിനസ് എന്നിങ്ങനെ 10 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടിൽ അപ് ടു 5 ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആസ് ഹ്യൂമൻസ് പല പല ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ. നമ്മൾ ദിവസേന പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിനെ ബിസിനസ് സ്റ്റഡീസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്? എന്തിന്റെ ബേസിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു ഏൺ മണി ഓർ ലിവ്ലിഹുഡ് എന്നാണ് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ. ഏൺ മണി ഓർ ലിവ്ലിഹുഡ്. ലിവ്ലിഹുഡ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ജീവിക്കാൻ എന്ത് വേണം? മണി, പൈസ വേണം അല്ലെ. നമുക്ക് ഫണ്ട് വേണം. അപ്പം ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിനൊരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാവും എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോണിറ്ററി ബെനഫിറ്റ് നമുക്ക് കിട്ടും. ഒരു മോണിറ്ററി ബെനഫിറ്റ് നമ്മൾക്ക് ആക്ടിവിറ്റീസിൽ നിന്നും ഉണ്ടാവും. ഓക്കെ, എക്സാമിന് ഈ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിലോട്ട് വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അത് ചെയ്യുന്നത് ഔട്ട് ഓഫ് ഇമോഷൻസ്, ഔട്ട് ഓഫ് ലവ്, സിമ്പതി എന്നിങ്ങനെയുള്ള ഇമോഷൻസിന്റെ പുറത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ പെർഫോംഡ് ഔട്ട് ഓഫ് ലവ്, സിമ്പതി ഓർ സെന്റിമെന്റ്സ് വിത്തൗട്ട് പ്രോഫിറ്റ് മോട്ടീവ്. അതിന് വല്ല പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടോ? അതിൽ നിന്നും വല്ല ഏർണിങ്സ് ഉണ്ടോ? വല്ല മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് നോ മോണിറ്ററി ബെനിഫിറ്റ്. ഇതിന് നോ മോണിറ്ററി ബെനിഫിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ച് ഞാൻ ഇത് പറഞ്ഞുതരാം. ആലോചിച്ചോക്കിയേ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് കുക്ക് ചെയ്യണത് അത് ഔട്ട് ഓഫ് ലവ് ചെയ്തു തരുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതിന് എന്തായിട്ട് പറയാം? അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാം. ഇനി കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും എന്താന്ന് പറഞ്ഞുതരാം. ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അമ്മ മോൾക്ക് വേണ്ടി കുക്ക് ചെയ്യണല്ലേ. ഇതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്, ബിക്കോസ് ദർ ഇസ് നോ മോണിറ്ററി ബെനിഫിറ്റ്. ഇനി ഈ ചേച്ചി ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇതിനെ നമുക്ക് 2 പെർസ്പെക്റ്റീവ് നോക്കാം. ഈ ചേച്ചി സ്റ്റിച്ച് ചെയ്യുന്നത് സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ആൾക്ക് സ്വയം സ്റ്റിച്ച് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആവുമ്പോൾ ആൾക്ക് അതിന് എന്തെങ്കിലും പ്രോഫിറ്റോ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതെന്താവും? അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആവും. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആവും. മറിച്ച് ആളുടെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ആ പരിസരത്തുള്ള എല്ലാ ചേച്ചിമാരും വന്ന് ആൾക്ക് കൊടുക്കാൻ തുടങ്ങി. എന്ത്? സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആള് കുറച്ച് ഫേമസ് ആയപ്പോൾ ആളൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ആള് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ആൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പൊ അത് എന്ത് ആക്ടിവിറ്റിയാ? എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറി. അവിടെ ആൾക്ക് എന്ത് കിട്ടാൻ തുടങ്ങി? ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി. അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയി എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ, എന്നെ പോലെ ഒരു ടീച്ചർ ഇവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ടീച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവിടുന്ന് സാലറി കിട്ടും അല്ലെ. അപ്പൊ ആളവിടെ എന്ത് ഏൺ ചെയ്യുന്നുണ്ട്? മണി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആവും. ആൻഡ് ഇത് നോക്കി, ഇത് രണ്ടും നോക്കുമ്പോൾ ഡൊണേഷൻ, നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നത് ഒരു ഇമോഷന് പുറത്തല്ലേ, സിമ്പതിക്ക് പുറത്തല്ലേ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എക്കണോമിക് ആണോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണോ? അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആകും. അതേപോലെ
ഒരു നഴ്സിംഗ് ഹോമില് ശുശ്രൂഷ നടത്തുകയാണ് കേട്ടോ. അപ്പൊ അതും ഔട്ട് ഓഫ് സിമ്പതി ചെയ്യുന്ന ഒരു കാര്യം, ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് കെയർ, ഔട്ട് ഓഫ് സിമ്പതി ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതും നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആവും. സോ ഇത്രയും എക്സാമ്പിൾസിൽ നിന്നും നിങ്ങൾക്ക് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ക്വിക്കായിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സോ ആസ് വി സെഡ്, നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഇക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആയിട്ട് തിരിച്ചു. ഇതിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഫർദർ ആയിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും എന്തുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി ആയി? കാരണം ഇത് മൂന്നിൽ നിന്നും നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. സോ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 categories: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇത് മൂന്നും പല പല കാര്യങ്ങൾ കൊണ്ട് ഡിഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അതിനു മുന്നേ ഇതിനെപ്പറ്റി എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ ആൻഡ് എന്താണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത്, എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് എത്തി. എന്താണ് ബിസിനസ്? അപ്പൊ ബിസിനസിനെ പറ്റി ഫസ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ബിസിനസ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബിസി എന്ന വാക്കിൽ നിന്നുമാണ്. സോ ബിസിനസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ബിസി. സിമ്പിൾ അല്ലേ? ഇനി ബിസിനസ് പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താ? അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബിസിനസ് എന്നുള്ളത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഇനി ഇതിന്റെ ഒരു എക്സാമിന് ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെഫിനിഷൻ എഴുതാം: ബിസിനസ് റെഫേഴ്സ് ടു എനി ഒക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ്. ഈ വാക്ക് ശ്രദ്ധിക്കണേ. റെഗുലർലി എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ്. എന്തിലാ എൻഗേജ്ഡ് ആവുന്നത്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓർ ഗുഡ്സ് ഓർ സപ്ലൈ ഓർ സർവീസസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് അതർ പീപ്പിൾ വിത്ത് എ വ്യൂ ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് പറയുന്ന നോക്കിയേ, അതൊരു ഒക്യുപ്പേഷൻ ആണ്. അതും ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ് എന്ന് പറഞ്ഞു. അത് എന്താണ് ആ വാക്ക്? എന്തുകൊണ്ടാണ് ആ വാക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഫ്രണ്ടിന് ഒരു ക്ലാസ്സിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരു പേന ചോദിച്ചു. അവള് പേന കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഒരു പെൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ബിസിനസ് മൈൻഡുള്ള ഒരാളായത് കാരണം ഞാൻ അവർക്ക് പറഞ്ഞു, വെറുതെ തരില്ല, 5 രൂപ നീ തന്നാൽ ഞാൻ ആ പേന നിനക്ക് വിൽക്കാം, നീ പിന്നെ സ്വന്തം എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ആ 5 രൂപ വാങ്ങിച്ചിട്ടാണ് അവൾക്ക് ആ പേന കൊടുത്തത്. അപ്പൊ ഞാൻ ചെയ്തത് ഒരു ബിസിനസ് ആണോ? ഞാൻ അവിടെ ചെയ്തത് ഒരു ബിസിനസ് ആണോ? അല്ല. കാരണം എന്താ? ആ പേന വിൽക്കുന്നതാണോ എന്റെ ജോലി? അല്ല. ഞാൻ അവിടെ പഠിക്കാൻ പോയതാണല്ലേ. ഞാൻ അപ്പം 1 ടൈം ട്രാൻസാക്ഷൻ ആണ് നടത്തിയത്. എന്റെ ഒരു ടൈം പാസിന് ഒരു 5 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണത്. എന്റെ ഒരു റെഗുലർ ബിസിനസ് അല്ല. പക്ഷെ ബിസിനസ് എന്നത് എന്താ? റെഗുലർ ബേസിസിൽ റെഗുലർലി എൻഗേജിങ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ബിസിനസ് എന്നത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. റെഗുലർലി എൻഗേജിങ് production or purchase of goods for sale or exchange of goods or supply of services to satisfy the needs of other people with a view of earning profit. പിന്നെന്താ പറയുന്നത്? ആ ബിസിനസ് എന്നത് നമ്മൾ ഏതൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും, ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിൽ നിന്ന് അത് പ്രൊക്യൂർ ചെയ്യും, അത് വാങ്ങിയെടുക്കും. എന്തിനത് വാങ്ങുന്നത്? എന്തിനത് ഉണ്ടാക്കുന്നത്? അത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ആണ്. ഇത് ഗുഡ്സിന്റെ കേസിൽ മാത്രമാണോ? അല്ല. നമ്മൾ ഗുഡ്സോ സർവീസോ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്തിനാ ചെയ്യുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? വി ഹാവ് ടു സാറ്റിസ്ഫൈ ദ പീപ്പിൾ, വി ഹാവ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് അതർ പീപ്പിൾ. ഇതാണ് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ജനറേറ്റിംഗ് ഇൻകം. ഓഫ് കോഴ്സ് ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അപ്പൊ അതിന്റെ എയിം എന്ന് പറയുന്നത് ജനറേറ്റിംഗ് ഇൻകം ആണ്. Two segments of our next important സംഭവമാണ്. 2 segments of business are industry and commerce. ഇതിനെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ് എന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ. ഇനി ബിസിനസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സാറ ഇസ് റണ്ണിങ് എ കഫേ ഇൻ കൊച്ചി. ഇതാണ് കേട്ടോ സാറ. സാറിന്റെ കേക്ക്സ് ആർ വെരി വെരി ടേസ്റ്റി. അപ്പൊ സാറ അവിടെ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തു കൊച്ചിയിൽ. സാറ ഓൺ എ ഡെയിലി ബേസിസ്, റെഗുലർ ബേസിസ് കേക്ക് ഉണ്ടാക്കി വിൽക്കും. ഓക്കെ. ആ കേക്ക് വാങ്ങിയിട്ട് കസ്റ്റമർ എന്താവും? സാറ്റിസ്ഫൈഡ് ആവും.
ആൻഡ് അതിലൂടെ സാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. സോ സാറ് ചെയ്യുന്നത് എന്താ? ഒരു ബിസിനസ് അല്ലേ? കാരണം എന്താ? സാറ് റെഗുലർലി എൻഗേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ കഫേയിൽ റെഗുലർ ആയിട്ട് കേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റെഗുലർ ആയിട്ട് ഇത് കസ്റ്റമർ വാങ്ങുന്നുണ്ട്, ആൻഡ് സാറയ്ക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിലൂടെ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവുന്നതും ഉണ്ട്. അപ്പൊ സാറ ഈസ് ഡൂയിങ് എ ബിസിനസ്. ഇതൊരു ബിസിനസിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ആണ് പ്രൊഫഷൻ. ഞാൻ ബിസിനസിനെ പറ്റി പറഞ്ഞപ്പോ ബിസിനസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞു. ആർക്കാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക? എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളത്? എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ബിസിനസ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും പറയുന്നില്ല. മീൻ വൈൽ ഒരു പ്രൊഫഷണൽ ആവാൻ, ഒരു പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ആവശ്യമാണ്. അപ്പൊ അതാണ് പ്രൊഫഷൻ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള ഒരു കാരണം. പ്രൊഫഷൻ എന്നത് ഫസ്റ്റ്ലി തന്നെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. കാരണം പ്രൊഫഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ ഒക്യുപ്പേഷൻ which involves the rendering of personal services of a special and expert nature. Personalized personal service ഇതാണ് അതിന്റെ കീ ടേം. ഓക്കെ, പേഴ്സണൽ സർവീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചർ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് എക്സാജറേറ്റ് ചെയ്ത് എഴുതുന്നതിനേക്കാളും ഇതുപോലുള്ള കീ ടേംസ് ഓർത്ത് വെച്ച് അത് എക്സാം പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കീ ടേംസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചോളാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ കീവേഡ്, പേഴ്സണൽ സർവീസ് ഓഫ് എ സ്പെഷ്യൽ ആൻഡ് എക്സ്പെർട്ട് നേച്ചർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റുമോ? പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന ഒരാളാരാണ്? എന്റെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ ആരാ? ഒരു പ്രൊഫഷണൽ ആണ്. ആള് ചെയ്യുന്ന എന്താ? ഒരു പ്രൊഫഷൻ ആണ്. കാരണം എന്താ? ആള് ചെയ്യുന്ന ജോലി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് സ്പെഷ്യൽ സ്കിൽ എടുത്തിട്ടില്ലേ ആള്? വർഷങ്ങളോളം പഠിച്ച് ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് എന്ത്? ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷൻ. അത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പറയുന്നത്? സ്പെഷ്യൽ സർവീസസ്, പേഴ്സണൽ സർവീസസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി as we said, those engaged in professions are called professional. ഒരു ഡോക്ടർ ആരാ? ഒരു പ്രൊഫഷണൽ ആണ് അല്ലെ? ആ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. സോ ആരൊക്കെയാണ് ഈ പ്രൊഫഷണൽസിൽ പെടുക? പറഞ്ഞേ. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആരൊക്കെ കാണുന്നുണ്ട്? ഒരു ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡോക്ടർ, CA, ലോയർ, ഒരു ആർക്കിടെക്ട്. ഇവരൊക്കെ എന്താ? ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. ആർക്കിടെക്ട് ഇവരൊക്കെ എന്താ? പ്രൊഫഷണൽസ് ആണ്. ഇവർക്ക് എന്തുണ്ട്? എക്സ്പേർട്ട്. അവരെന്ത് ചെയ്യും? പേഴ്സണൽ സർവീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചറിലുള്ള സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവർക്കൊക്കെ ഓരോ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാണ്. ഓരോ പ്രൊഫഷണൽസിനും ഓരോരോ പ്രൊഫഷണൽ ബോഡി ഉണ്ട്, ഓരോരോ അസോസിയേഷൻ ഉണ്ട്. അതിനൊക്കെ ഒരു മെമ്പർ ആയിരിക്കും കേട്ടോ അവര്. നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെന്റ്. നിങ്ങൾ ഈ 11th എത്തുന്ന വരെയും പലപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് അല്ലെ? എംപ്ലോയ്മെന്റ് എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? refers to an occupation where person works for someone else under an agreement or rules of service in return for remuneration. എന്താണ്? മറ്റൊരാളുടെ കീഴിൽ ഒരു എഗ്രിമെന്റിന് പുറത്തോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടിന് അല്ലെങ്കിൽ റൂളിന് പുറത്ത് ഒരു റെമ്യൂണറേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the person working in an organization are known as employees. ആ വർക്ക് ചെയ്യുന്ന ആളിന് എന്താ പറയാ? ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആ ആളിന് എന്താ പറയാ? എംപ്ലോയി എന്നാണ് പറയുന്നത്. ആൾക്ക് വർക്ക് അലോട്ട് ചെയ്യുന്ന ആളുണ്ട്. the person or organization which provides the work is known as employer. ആ വർക്ക് അലോട്ട് ചെയ്യുന്ന ആളിന് എന്താ പറയുന്നത്? ആ വർക്ക് കൊടുക്കുന്ന ആളിന് എന്താ പറയുന്നത്? എംപ്ലോയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഒരാൾക്ക് കീഴിൽ ഒരു എഗ്രിമെന്റിനോ അല്ലെങ്കിൽ ഒരു റൂളിന് പുറത്ത്, ഒരു കോൺട്രാക്റ്റിന് പുറത്ത് ഒരു റെമ്യൂണറേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ആരാണ് എംപ്ലോയി? ആരാണ് എംപ്ലോയർ? എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളിനെയാണ് പറയുന്നത് എംപ്ലോയി എന്നുള്ളത്. ആ വർക്ക് അലോട്ട് ചെയ്യുന്ന ആളിനെയാണ് എന്ന് പറയുന്നത്
എംപ്ലോയർ എന്ന് പറയുന്നത്. ദ റെമ്യൂണറേഷൻ ഹി ഗെറ്റ്സ് ഈസ് സാലറി ഓർ വേജസ്. ആ റെമ്യൂണറേഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് റെമ്യൂണറേഷൻ? ആ റെമ്യൂണറേഷൻ ക്യാൻ ബി സാലറി ഓർ വേജസ്. സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയും വേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ബേസിസിൽ കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് സാലറി എന്ന് പറയുന്നത്. മീൻവെൽ വേജസ് എന്ന് പറയുന്നത് ഒരു ദിവസക്കൂലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഡെയിലി ബേസിസിൽ കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. പൊതുവെ വേജസ് കൊടുക്കുന്നത് കുറച്ചുകൂടെ ലോവർ ലെവൽസ് ഓഫ് ജോബ്സിനാണ് നമ്മൾ വേജസ് കൊടുക്കുക, ദിവസക്കൂലി കൊടുക്കുക. സാലറി ആയിരിക്കും പൊതുവെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദാറ്റ്സ് അബൌട്ട് എംപ്ലോയ്മെന്റ്. എനിക്കൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരുന്നെങ്കിൽ, ഇതാണ് രാജു. ഓക്കെ, രാജു ഒരു വെയിറ്റർ ആണ്. വെയിറ്റർ ആണ് കേട്ടോ. രാജു ഒരു ഹോട്ടലിലെ വെയിറ്റർ ആണ്. അപ്പൊ രാജു അവിടുത്തെ ആരാ? ഒരു എംപ്ലോയി ആണ് അല്ലെ. ഒരു എംപ്ലോയി ആണ്. കാരണം എന്താ? രാജുവിന്റെ അല്ല ആ ഹോട്ടല്. ആ ഹോട്ടലിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാ? വേറൊരാളുടെ പേരില. അപ്പൊ രാജു അല്ല അവിടുത്തെ ഓണർ. രാജു അവിടെ പണിയെടുക്കുന്ന ഒരാളാണ്. ഒരു കോൺട്രാക്ടിന് പുറത്ത് പണിയെടുക്കുന്ന ഒരാളാണ്. ആൾക്ക് ആ രാജുവിന് അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി, മന്ത്ലി ബേസിസിൽ സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. രാജു ചെയ്യുന്നത് എന്താ? ഒരു എംപ്ലോയ്മെന്റ് ആണ്. കാരണം രാജു വേറൊരാളുടെ സ്ഥാപനത്തിൽ വേറൊരാൾക്ക് കീഴിൽ ഒരു സാലറിക്ക് വേണ്ടി, ഒരു മന്ത്ലി സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. സോ രാജു ചെയ്യുന്നത് എന്താ? ഒരു എംപ്ലോയ്മെന്റ് ആണ്. ഫാക്ടറീസ്, ബാങ്ക്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇവിടെയൊക്കെ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്താ പറയാ? എംപ്ലോയീസ് എന്നാണ് പറയാ. അവർ ചെയ്യുന്നതിന് എന്താ പറയാ? എംപ്ലോയ്മെന്റ് എന്നാണ് പറയാ.